ഗൈസ്, അപ്പൊ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രണ്ടാൾ ബ്ലാക്ക് ടീഷർട്ട്, ബ്ലാക്ക് അല്ല ബ്രൗണാ. അതെ, ഡ്രസ്സിന് പ്രത്യേകത. മുത്തുവിന്റെ ടീഷർട്ടാണ് ഞങ്ങൾ രണ്ടാളിട്ടത്. മുത്തു ഞങ്ങൾ ഈ അവസരത്തെ സ്മരിക്കുന്നു. ഞാൻ മുത്തുവിന്റെ ടീഷർട്ടും പാന്റും ഇട്ടു. ഷഡ്ഡിയോ? അതങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. അല്ല, അത് മുത്തുവിന്റെ അല്ലല്ലോ. അപ്പൊ ഗായ്സ്, നമ്മള് ഇന്നിപ്പോ ഡേ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ചില സാങ്കേതിക തകരാറുകൾ മൂലം സാഹചര്യങ്ങൾ മൂലം രാവിലെ തൊട്ട് എടുക്കാൻ പറ്റില്ല, മറന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തെ കുംഭസാരത്തിന് വന്നതാണ്. അതെ, ഇപ്പൊ ഞാനോ നീ കേട്ടിരിക്കാൻ പറ്റും. അല്ല, ഞാൻ മറ്റേ കന്യാ അതിലോട്ടെ. അപ്പൊ അല്ല, മറ്റേ പള്ളിയിൽ തന്നെ ഒരു സ്ത്രീ ഉണ്ടാവില്ല അല്ലെ, ഒരു ഓക്കെ. അപ്പം ഞങ്ങൾ പറഞ്ഞു വരുന്നത് വെച്ചാല്, ഞങ്ങൾ രണ്ടാളും ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. കുറച്ച് ലോങ് ആണ് അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. എന്നാലും നമ്മള് ഇങ്ങനെ പോകുമ്പോ കുറച്ച് കൊയങ്ങല്ല. അപ്പൊ ഞങ്ങള് നാളെ പോണ്ടി, ഞങ്ങൾ ഇന്നേ പോവാണ്. ഇന്ന് പോയി സ്റ്റേ അടിക്കണം. നാളെ നമുക്ക് ചെറിയൊരു ഇനോഗ്രേഷൻ ഉണ്ട് ഗായ്സ്. അപ്പം ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഫാത്തിമ മിസ്രി. ആലോചിച്ച് നോക്കണം. അതെ അതെ, ഇതിന്റെ റേഞ്ച് അതിന് മറ്റേ ഞാനല്ല കേട്ടോ, മെയിൻ ഒന്നല്ല. മെയിൻ ഗായത്രി സുരേഷ് ആണ് മെയിന്. പിന്നെ ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ്. ആദ്യത്തെ അല്ല, ഫേസ് റിവീലിന് ശേഷം ആദ്യത്തെ അല്ല, എന്നാലും ചെറിയൊരു ഇനോഗ്രേഷൻ അതിന് മുന്നേ പോയി. കുറച്ചൊരു ഇനോഗ്രേഷൻ ഇതിപ്പം ആദ്യത്താണ്. ഫേസ് റിവീലിന്റെ മുന്നേ പോയി. പക്ഷേങ്കിൽ അന്ന് നമ്മൾ ഫേസ് കാണിക്കില്ലല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് വ്ളോഗിങ് പോലെ അങ്ങനെ പോയി എടുത്തങ്ങ് പോകുന്നതാണ്, ഗസ്റ്റ് ആയിട്ട് പോവാണ്ട്. കാരണം ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ മറ്റേ പോസ്റ്റർ, ഫേസ് കാണിക്കണം, അത് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ഫേസും കാര്യം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അല്ലാണ്ട് വ്ളോഗ് പോലെ പോയി എടുത്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് ഗസ്റ്റ് ആയിട്ട് ഫേസ് റിവീലിന് ശേഷം പോകുന്ന ആദ്യത്തെ ഇനോഗ്രേഷൻ ആണ്. ഞാൻ എന്റെ പോസ്റ്റർ ഇവിടെ കൊടുക്കട്ടോ. അപ്പോൾ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് വീട്ടിലൊന്ന് വരേണ്ടിണ്ടായിരുന്നു, ഡ്രസ്സ് ബാഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ നേരെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ്. ഇവിടെ ഓഫ് റോഡാന്ന് തോന്നുന്നുണ്ട്, ഡെയിലി കണ്ടിട്ട് എന്റെ കളി കണ്ടിട്ട്. അപ്പം അത് കഴിഞ്ഞ് നേരെ വെച്ച് പിടിക്കണം തിരൂർക്ക്. അല്ല, അതിന്റെ മുന്നേ പോകുന്ന വഴിക്ക് എനിക്ക് ഡ്രസ്സ് എടുക്കാനും കയറാനുണ്ട്. അപ്പം നമ്മളെ ഒരു ഇനോഗ്രേഷന്റെ തലേന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ഡ്രസ്സും കാര്യമൊക്കെ കാണിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നൊക്കെ. അപ്പോൾ നേരെ വീട്ടിലിറങ്ങി, വീട്ടിൽ കയറി സാധനം എടുത്തിറങ്ങാം ഗൈസ്. നമ്മളെ വീട്ടിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നു. പണ്ട് വിശ ഇവിടെ എന്ന് പറഞ്ഞോണ്ട് വരിക. ഇപ്പൊ കൊറേ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നു പോകും മാത്രം. അതിനോണ്ട് ഇങ്ങനെ എല്ലാരും ചോദിക്കും, എന്നെ കണ്ടിട്ട് കൊറേ ആയല്ലോ എന്ന് ഞാൻ ചോദിക്കാനല്ലോ. ഞാൻ പിന്നെ ചേച്ചീനെ ഇവിടുന്ന് കാറ് കഴിക്കുമ്പോ ചേച്ചി ഉണ്ട് പറയുന്നത്, ഇനിയിപ്പോ പോയനെ കൊണ്ട് എന്റെ പുയ്യാപ്പിള ഈ ഭാഗത്തേക്ക് അല്ല, ഇങ്ങനെ ഇടക്കിടക്ക് കാണണ്ടായിരുന്നു. നമ്മളെ നേരെ മേത്തല് കല്യാണമാണ്, കേട്ടുണ്ടായിരിക്കും. നേരെ മേത്തല് കല്യാണമാണ്. അപ്പം ഞമ്മക്ക് അടുത്ത ദിവസം അങ്ങോട്ട് വരാനുണ്ട്. 28-ന് കല്യാണം. അപ്പൊ ഞാന് കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഉണ്ടാവും ഗൈസ്. അപ്പൊ നമുക്ക് ഇറങ്ങാം, മമ്മീജിനെ വിളിക്കാം. ആ കവർ അത് ഞാൻ ബാഗിൽ വെച്ചിട്ട് എടുക്കാം. മമ്മി, ഇമ്മ, ഗൈസ് ഇതാണ് ഞാന് വിത്ത് മുത്തുവിന്റെ ഡ്രസ്സ്. വീട്ടിൽ നിന്ന് കയറിയപ്പോ ഒരു അമ്മായും കൂടി ഉണ്ടായിരുന്നു വീട്ടില് നമ്മളെ. അപ്പൊ പിന്നെ ഞാൻ വർത്താൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോന്ന് ഓമശ്ശേരി എത്തി. ഞങ്ങളിങ്ങനെ പാട്ട് കെട്ട് വൈബ് അടിച്ച് പോവാണ്. പുറത്ത് നല്ല മഴ ഇങ്ങനെ പെയ്തു തുടങ്ങുന്നുണ്ട്. അതെ, വീഡിയോ എടുക്കാണ്ട് പാട്ട് ഓഫാക്കി. ബേക്കിൽ നമ്മളെ ഡ്രസ്സ് കൊടുക്കുന്ന ഡ്രസ്സ് അതാണ് അവിടുന്ന് എടുത്തത്. നമുക്ക് ഇനി ഒരു 3 hours ട്രാവൽ ഉണ്ടാവില്ലേ? 2 ഉള്ളൂ. ഞാൻ തള്ളിയതല്ല, ഞാൻ വിചാരിച്ച 3 hour ഉണ്ടെന്ന കാര്യത്തില്. ഞമ്മളാടുന്നോ കൈതപ്പോല്ലേ? അത് ശരി. അങ്ങനെ മൊത്തം എന്തായാലും 3 hour ഒക്കെ എന്തായാലും അവിടെ എത്താന്. എന്നാ പിന്നെ 3 hour മോളാവും. പിന്നെ ഞാൻ നമ്മളോട് പറഞ്ഞ 3 hour ഒക്കെ ഉണ്ടാവുന്ന. ഞാൻ വിചാരിച്ചു നമ്മൾ ട്രാവലിംഗ് അത്ര മണിക്കൂർ ഉണ്ടാവുന്ന കേട്ടോ.
രാവിലെ മൈക്കോ അങ്ങനെ മൈക്കിന്റെ സൗണ്ട് ഇല്ലല്ലേ? നമുക്ക് മൈക്ക് വാങ്ങാം ഗായ്സ്. ഉടനടി മൈക്ക് വരുന്നതായിരിക്കും. ഒരു ഹോളി ലാൻഡിന്റെ മൈക്ക്. യെസ്, നമുക്കല്ല അടിപൊളി സാധനം തന്നെ അങ്ങ് ഇറക്കിക്കാണല്ലേ. പ്രേക്ഷകരുടെ അഭ്യർത്ഥന ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടാവും അവിടേക്ക്. ഈ ഒരു സൗണ്ട് പറഞ്ഞോ? ഓ, ഇതില് എടുക്കൂ, ഇതില് വോയിസ് അത്യാവശ്യം എടുക്കൂ. എന്റെ വ്യൂവേഴ്സിന്റെ അഭ്യർത്ഥനയും സ്നേഹവും കരുതലും കമന്റും വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മൈക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ആഹ്ലാദിപ്പിൻ. അങ്ങനെ നമ്മൾ മൈക്ക് ഇറക്കുന്നതായിരിക്കും. ഈ വ്ലോഗ് ഇറങ്ങി ചിലപ്പോ അടുത്ത വ്ലോഗ് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയാ ഞാൻ മൈക്ക് വാങ്ങി മൈക്ക് ഇറക്കിയിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ. ഉറപ്പിച്ച്. നമ്മളെ യാത്ര രസകരമാക്കാൻ നമുക്ക് എന്തെങ്കിലും എന്റർടൈനിങ് ആയിട്ടുള്ള കായിക കളികൾ എന്തെങ്കിലും കളിക്കാവുന്നതാണ്. നമുക്ക് ഫണ്ണി ഗെയിംസ് എന്തെങ്കിലും കളിക്കാം ഗൈസ്. അപ്പൊ നമ്മൾ എന്താ കളിക്കാന്നുള്ളത് ഞാൻ GPG ചേട്ടനോട് ചോദിച്ചോക്കട്ടെ. എന്ത് നമ്പർ ഗസ് ചെയ്യുന്ന സ്പോട്ട് കളിക്കാലോ, കൂടുതൽ റിസ്ക് എടുക്കണ്ടല്ലോ. അത് ഇപ്പൊ കളിക്കാലോ. ഈ നമ്പർ ഗസ് ചെയ്യാൻ അടിയിലാണ് മുകളിലാണെന്ന് പറഞ്ഞാല്. ഓക്കെ ഓക്കെ. അത് നോട്ട് ചെയ്ത് വെക്കണ്ട. അത് നോട്ട് ചെയ്ത് വെക്കണ്ട, ബ്രെയിൻ ഇട്ടോ ഈ പറയുന്നത്. ഓക്കെ, എനിക്ക് അത്ര ബ്രെയിൻ കുറവാണ്. ഇനി ഫോൺ ഇവിടെ വെച്ചൊരു സുഖം ഉണ്ടാവുമായിരുന്നു. എന്റെ മറ്റേ ഗിംബലേടായി ബേക്കിലായി പോയി. അത് കുറച്ചുകൂടി ഒരു സുഖം ഉണ്ടാവും പിടിക്കാൻ. എനിക്ക് കൈ കടിയുന്നു. അടുത്ത കൈ കടിയുമ്പോ വലത്തെ കൈ കടിയുമ്പോ അതിന് ഞാൻ അടുത്ത കൈ പിടിച്ച എന്നെ കാണൂലടാ. ഇങ്ങനെ ഉണ്ടാവുക, അപ്പൊ ഒരു രസം കിട്ടുന്നില്ല. ഇവിടെ നിക്കൂ, ഇവിടെ നിക്കൂലല്ലേ? ഇവിടെ നിക്കോ? ഇവിടെ നിക്കുന്നേ കാണുമ്പോ ഒരു രസം ഉണ്ടാവില്ല. എന്നാലും നമുക്ക് അവിടെ അങ്ങ് വെക്കല്ലേ? വെക്കൂലായിരിക്കൂലേ? വെക്കാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും വെക്ക, വീണാലൊന്നും പറ്റാണ്ടിരിക്കാൻ. അത് കറക്റ്റ് ഗായ്സ്. അപ്പൊ നമ്മള് ആദ്യം ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി കേട്ടോ. കാണുമ്പോ കുറച്ച് ഇങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കൈക്കൊരു സുഖമുണ്ട്. അപ്പൊ നമ്മള് നമ്പർ വിചാരിക്കുക. അങ്ങനെ ഉണ്ടോ? അത് അങ്ങനെ അറിയല്ലേ? അങ്ങനല്ല, അങ്ങനെയാണ് ഗെയിമിന്റെ റൂള്. അങ്ങനെ ഉണ്ട്. കാരണം ഇനിയിപ്പോ 1000-നും 10,000-നും ഇടരുന്നു വിചാരിച്ചു. ഓക്കെ, എന്നാല് ഞാൻ വിചാരിച്ചു. ഓക്കെ, എന്റെ നമ്പർ ഇവിടെ കൊടുക്കാം. പക്ഷെ നമ്പർ ഇവിടെ കൊടുക്കട്ടോ എഡിറ്റ് ചെയ്യുമ്പോ. ഓക്കെ, ആദ്യം 100 അല്ല, താഴത്തെ താഴെ 53. ഓക്കെ, അന്റെ 70. നോ, മോളില്. എന്റേത് 65 മോളില്. ഓക്കെ, 80. നോ, മോളില്. എന്റേത് 85. താഴത്ത് 90. 90. നോ, താഴെ. എടാ, ഇതെന്താ പ്രശ്നം അറിയോ? ഇതിന്റെ മുന്നേ പറഞ്ഞ മോളാണ് തായാണോ പറഞ്ഞത് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ആണ് എടാ, എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നോട്ട് ചെയ്ത് വെക്കണ്ടീനും. ഞാൻ എന്നോട് ഇപ്പൊ എത്ര ചോദിച്ചേ ലാസ്റ്റ്? 85. അതിന്റെ എന്താ ഈ പറഞ്ഞേ? ഓക്കെ, അതിന് മുന്നേ എത്രയും ചോദിച്ചേ? അല്ല, എന്തായാലും നോട്ട് ചെയ്ത് വെക്കുമ്പോ എന്തായാലും അറിയാം. ഇത് നോട്ട് ചെയ്യാത്തോണ്ടല്ലേ? 65 അതിന്റെ മുകളിൽ 65 എന്തായാലും മുകളിലാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ ആലോചിക്കണ്ടേ? 85 താഴെ. എന്റെ ചോദിക്കട്ടെ? 83 താഴെ. എന്റെ 84 മുകളില്. അല്ല, താഴെ. എന്റേത് 83 താഴെന്നല്ലേ ഇനി പറഞ്ഞേ? 80 താഴെ. എന്റെ 82 മുകളില്. എന്റേത് 79 താഴെ. എന്റെ 83. മത്സരത്തില് നമ്മൾ വിട്ടെടുക്കുന്ന അപ്പൊ ഞാനും ഷിട്ട് കളിക്കുകയാണെങ്കില് എനിക്ക് ജയിക്കൽ നിർബന്ധമാണ്. എന്തോ മക്കളെ മാതിരി എനിക്ക് എന്തായാലും ജയിക്കണോ? മീൻസ് ഓളല്ലേ മക്കളല്ലേ തോറ്റൊന്നുമില്ല. ഇവൻ മറിയന്റെ കൂടെ കളിക്കുന്നത് കാണും. മറിയ നോലോളിച്ചാലും തോറ്റു.
അങ്ങനെ നമ്മള് ഗെയിം കളിക്കുന്നപ്പോഴും സ്പോർട്സ്മാൻ അവിടെ വെച്ചിട്ട് ഇതാവുന്നത് ഓരോ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെ ഗെയിമിനെ കാണുള്ളൂ. അതിനിപ്പോ വേറെ എന്താണെങ്കിലും ഓൻ ജയിക്കണം. ഒരു കോള് വരുന്നുണ്ട് കട്ടിയായിട്ട്. അങ്ങനെ ഗെയിമിൽ സക്സസ്ഫുള്ളി മുഹമ്മദ് വിശാൽ MK ജയിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഇനി നമുക്ക് അടുത്ത ഗെയിം കളിക്കാം. അടുത്ത ഗെയിം എന്താ ഞാൻ പറയണം? GPT ചേട്ടനോട് ചോദിക്കണം. ഞാൻ ചോദിച്ചിട്ട് പറയാൻ. ഞാൻ ചോദിച്ചു തരാം. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പറ്റിയ ഗെയിം എന്താണ്? സ്വഭാവം വെച്ചോണ്ട് സാറ്റളി നമുക്ക് നോക്കാം ഗൈസ്, വല്ല വെറൈറ്റി ഗെയിമും കിട്ടുമെന്നുള്ളത്. ഇവിടെ മറ്റേ ഹോട്ട് വീക്ക് ആ സാധനം ഉണ്ടോ നോക്കി? ഹോട്ട് ചിക്കൻ അല്ലേ? മറ്റേ വേണ്ട, ഫ്രൈഡ് വാങ്ങണ്ട. മാങ്ങ വാങ്ങാനോ? ഇനി അതിപ്പോ ആടുന്ന എന്താന്നാ കുറ്റി നമുക്ക് സർവീസ് ചെയ്യാം. ഞമ്മക്ക് ഇനി അടുത്തത് തുടങ്ങാം. ഗെയിം ചെയ്യാൻ നോക്കട്ടെ ഗായ്സ്. അപ്പൊ ഞമ്മക്കിനി തിന്നാണ്ടേലും വാങ്ങാം. ഞം ബസ്റ്റാടെ തിന്നാണ്ട് പോകുമ്പോ ഒരു രസം കിട്ടും. ചുരു നമ്മളിപ്പോ എത്തിയത് മുക്കം KFC-യിലാണ് നമ്മളുള്ളത്. വണ്ടിമേ ഫുള്ള് കാക്കക്കാട്ട. ഗായ്സ്, നമ്മൾ തേടി വന്ന സാധനം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി. നമുക്ക് കുന്നമംഗലം KFC-യിലാണ് അത് തോന്നി കിട്ടുന്നത്. അല്ല പിന്നെ കാലിക്കറ്റ് ആടെ അല്ലേനു അല്ല ആടെ ഉണ്ടാവല്. അവിടെ ടച്ച് ചെയ്യാത്തോണ്ട് നമ്മൾ ഇറങ്ങി. മറ്റേ സാധനം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഫ്രൈഡ് പെട്ടെന്ന് മടുക്കും. ഹോട്ട് ചിക്കൻ ആണ് ഇഷ്ടം. നമുക്ക് അടുത്ത സ്ഥലത്ത് കയറാം. നിശാ കാക്കക്കാട്ടം തുടിക്കുന്നത് വീട്ടിൽ പോകുമ്പോൾ ഗഗ്ഗ വിചാരിച്ചേനു. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മറന്നു. അല്ല, മിഷ ഇറങ്ങിയില്ല. അപ്പൊ ഗഗ്ഗ മറന്നു. കാക്കക്കാട്ടം തുടിക്കുന്ന എക്സ്പ്രഷൻ. അങ്ങനെ തന്നെ ഗായ്സ്. അങ്ങനെ നമ്മൾ KFC കിട്ടാത്ത സങ്കടത്തിൽ ചായ കുടിക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ മുക്കം ഭാഗത്തുള്ള ആരെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ചായ കുടിച്ചതിന് ശേഷം അപ്പുറത്തുള്ള പായസപ്പൊടിയെ കാണാനും. ഇവിടെ നല്ല അടിപൊളിയില്ലേ? അടിപൊളി മറ്റേ എന്തേലും ആപ്പിൾ പായസം ഉണ്ട്. അപ്പോൾ കൂൾ പായസങ്ങളുണ്ട്. ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. ഇതാ ഈ ഷോപ്പ്. നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാണ്ട്. ഇവിടെ നല്ല പായസം ഓരോ ദിവസം എനിക്ക് തോന്നുന്നു ഓരോരോ വെറൈറ്റി പായസങ്ങളാണ് ഉണ്ടാവല്. അപ്പോൾ ഇന്ന് എന്താണെന്നല്ല, നമുക്ക് ചായ കുടിച്ച് വന്ന് തിരിച്ച് പോകുമ്പോൾ കയറാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറാം. എനിക്കൊരു മസാല ചായ. പിന്നെ കൈ ചിക്കൻ ടിക്ക ആ സാധനം. ഗൈസ് ഇത് തരൂ. എന്താ ചിരി തന്നെ? കപ്പ ബിരിയാണി ട്രൈ ചെയ്യാം. അത് കഴിക്കുമല്ലോ. ഞാൻ ആപ്പിൾ പായസം പ്രതീക്ഷിച്ചതിന് വന്നത് ഗൈസ്. ബട്ട് ഇന്ന് അനാറാണുള്ളത്. അന്നത്തെ സെയിം ടേസ്റ്റ്. രസമുണ്ടല്ലേ? നമ്മൾ അനാറാണ് ട്രൈ ചെയ്തത്. ഇവിടുന്ന് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കല്ലേ. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ഈ ഗ്ലാസ് ഇത് കൂൾ പായസാട്ടോ. തണുത്ത പായസത്തിന് നമ്മൾ ഇതിന് 40 റുപ്യാണ്. പിന്നെ ഇവിടെ പുഡിംഗ് ഉണ്ട്, ചൂടുള്ള ജ്യൂസ് ഉണ്ട്, അല്ല ചൂടുള്ള പായസം ഉണ്ട്, എല്ലാം
ചൂടുള്ളതിന് 50, ഇതിന് 40 പൊട്ടാ. ചൂടുള്ള വാങ്ങ. അപ്പൊ ചൂടുള്ള വേഗം കുടിക്കണ്ടേ, അല്ലെങ്കിൽ 10 രൂപ നഷ്ടല്ലേ തണുത്തു പോയാല്. വിശ ഇവിടെ വണ്ടി എടുത്തി അങ്ങോട്ട് നോക്കുന്നു കണ്ടിട്ട്. അല്ല ഓൾക്ക് മനസ്സിലായത് തന്നെയല്ലേ. ഞാൻ വിചാരിച്ചു ഓലുണ്ടല്ലോ ഇനി വായി നോക്കാന്ന് വിചാരിച്ചു നോക്കാണേ ഫസ്റ്റ്. പക്ഷെ എന്നെ ഓൾക്ക് മനസ്സിലായി. മനസ്സിലായി. അത് ഓൾക്ക് മനസ്സിലായിണ്ടാവും. അങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയാ വിചാരിച്ചിട്ടുണ്ടോ പൊട്ടാടി. അപ്പൊ ഇനിയിപ്പൊ സെലിബ്രിറ്റി ആയി. എന്നെ ഇതിന്റെ ഉള്ളിൽ അത്ര ലോകം നോക്കത്ത് താത്തിയപ്പോഴേക്ക് ഓൾക്ക് അങ്ങനെ മനസ്സിലാവാനൊക്കെ വലിയ ആള് വന്നിക്കണ്. തീർത്താ എടാ കോപ്പി റൈറ്റ്. അതെങ്ങനെ പ്രേമത്തിന് ഭാരം ഉണ്ടാവുക? ഓ കാണാറില്ല. അങ്ങനെ നമ്മളെ ചായ കുടി കഴിഞ്ഞു. ചായ കുടിയും മറ്റേ പായസം കുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് ടു വ്ളോഗ്. ഫോണടി വെക്കാൻ പറ്റില്ല, കയ്യിൽ വെച്ചെടുക്കാം. ഓ ആടെ പൊട്ടിട്ടൊന്നുമില്ല, ആടോട് മറിഞ്ഞിട്ടല്ലോ. ഇനി തിരിച്ചാലെന്തോ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത കളി എന്താ വെച്ചാല്, ഞാൻ മനസ്സിലൊരു സാധനം വിചാരിക്കും, മിഷ മനസ്സിലൊരു സാധനം വിചാരിക്കാം. നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കുന്നില്ലേ? അതിന് ഇൻസ്റ്റാഗ്രാം കണ്ടില്ല. ഓക്കെ, എന്നാ സാധനം മനസ്സിലായില്ലേ? എന്താ പ്രൊഡക്റ്റ്? എന്ത് പ്രൊഡക്റ്റും പറ്റും. എന്തും പറ്റും. ആൾക്കാരൊക്കെ പറ്റും. അപ്പൊ എന്താ ജീവനുള്ളതോ ജീവനില്ലാത്തോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ വെക്കണോ? അത് കണ്ടീഷൻ വരുമ്പോ വരും. അപ്പൊ ഇഷ്ടമുള്ള വിചാരിക്കുക. എന്താ വ്യക്തികളായിക്കോട്ടെ. അല്ലെങ്കിൽ വ്യക്തിയോ? വ്യക്തി എന്ന് പറയുമ്പോ മനുഷ്യന്മാരല്ലേ വിടുക. അങ്ങനെ വേണോ? പുതുമുഖ നടനാണോ? അത് വേണ്ട, അങ്ങനെ വേണ്ട. അല്ലാണ്ട് എന്തേലും ഒരു സാധനം വിചാരിച്ചാ മതി. അപ്പോഴേ രസം കിട്ടുള്ളൂ. ഉരുണ്ടതാണോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴേ. അപ്പൊ ഗായ്സ് തുടങ്ങാം. ഞാൻ വിചാരിച്ചു. ഇനിയോ? ഞാൻ ഇപ്പൊ പോകുമ്പോ സാധനമാണ് കണ്ട് അതിന്റെ തീയിൽ വിചാരിച്ചതാ. ഓക്കെ, നീ വിചാരിച്ചോ? ഞാൻ വിചാരിച്ചു മനുഷ്യനാണോ? അല്ല. ഗൈസ് ഞാൻ വിചാരിച്ചു ഇവിടെ കൊടുക്കാം. നീ വിചാരിച്ചത് ഇവിടെയും കൊടുത്ത്. ഓക്കെ, ജീവനുണ്ടോ? ഉരുണ്ടിട്ടാണോ? നീണ്ടിട്ടാ? അതിന് പറയണ്ട. ഫ്രൂട്ട്സ് എങ്ങാനാണോ? അല്ല. എന്റെ ഫ്രൂട്ട്സ് ആണോ? അല്ല. വെജിറ്റബിൾ? അല്ല. അതെ, എങ്ങനെ ഡെയിലി ലൈഫിൽ നമുക്ക് ഡെയിലി ലൈഫ് ഉപയോഗിക്കലുണ്ട് നമ്മൾ? നമ്മളിപ്പോ ഉപയോഗിക്കല്ല, പക്ഷെങ്കിൽ ഉപയോഗിക്കലുണ്ടായിരുന്നു. ഞാനൊക്കെ ഉപയോഗിക്കലുണ്ടായിരുന്നു. ഇപ്പൊ ഉപയോഗിക്കുന്ന സാഹചര്യമാണോ? സാഹചര്യമല്ല, പക്ഷെങ്കില് പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം. പണ്ടുള്ളവരൊക്കെ അതായത് ഇപ്പോഴും അത് ഉണ്ട് നിലവില്. ചിലയിടത്തിലുണ്ടാവും, ഉപയോഗിക്കാം. ചിലയിടത്തിലുണ്ടാവും. അതിന് പകരം ഇപ്പം പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഓ, അത് നമ്മള് സ്ഥിരം ഉപയോഗിക്കലുണ്ട്.
അപ്പൊ കണ്ടുപിടിച്ച സാധനം. അതെങ്ങനെ നല്ല എക്സ്പെൻസീവാ? അത്ര എക്സ്പെൻസീവ് ഒന്നുമില്ല. എന്റേതോ എക്സ്പെൻസീവ് ആണ്. എന്റെ ഫ്രീ കിട്ടുന്നതാ? ഫ്രീ അല്ല, ചീപ്പ് ആവശ്യം. തേങ്ങ അതൊന്നല്ലേ. ചീർപ്പ് കയ്യും കാലും ഉണ്ടോ? മനുഷ്യനും അല്ല ജീവനും അല്ല. ആ മേശക്ക് കാലുണ്ടാവില്ലേ, കസാലക്ക് കാലുണ്ടാവില്ലേ പോലെ. അങ്ങനെ കൈ കാലൊന്നും ഇല്ലല്ലോ. തിന്നുന്നതാണോ? അല്ലല്ല, അന്റെ തിന്നുന്ന അല്ല. കുടിക്കുന്നതാണോ? അല്ല. ഷേപ്പ് ഉണ്ടോ? അങ്ങനെ പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. ക്ലേ. പിന്നെന്താ? ഡ്രസ്, തുണി. എന്നോട് ചോദിക്കുന്നേലോ. ജീവിയല്ല. നമ്മളതല്ലേ ഡെയിലി ലൈഫിലുള്ളാണോ ഡ്രാഗൺ ഫ്രൂട്ട്? ഡെയിലി ലൈഫിലുള്ളാണോ? നീ പറഞ്ഞല്ല അതിന് വേണ്ടിയുള്ള സാധനം ഇപ്പൊ ഓൾറെഡി ഉണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്തു. ഓ, ഇന്ന് രാവിലെ എനിക്ക് നല്ല ക്ലൂ ആണ്. എനിക്കെന്താ ക്ലൂ തരുന്നില്ല. ക്ലൂ അല്ലല്ലോ, ഞാൻ ചോദിച്ചുള്ള ആൻസർ ആണ് നീ തന്നെ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടോ? എന്റേത് ഇല്ല. ഇന്നലെ യൂസ് ചെയ്തിക്കോ? റീസെന്റ് യൂസ് ചെയ്തിക്കോ? ഇല്ല, ചാൻസ് കുറവാണ്. തിന്നുന്ന ഒന്നുമല്ല, കുടിക്കുന്നല്ല, തിന്നുന്നല്ല, ഇടുന്നതും രാവിലെ യൂസ് ചെയ്തത്. ഞാൻ കഴിക്കട്ടെ, ഇനിയിപ്പൊ മനസ്സിൽ വിചാരിച്ച സാധനം അത് ഞാൻ പറ്റി യൂസ് ചെയ്തേക്കണോ? ഇല്ലല്ല. കൂടാ രാവിലെ യൂസ് ചെയ്തിരിക്കുന്നു. പക്ഷേ എന്തേത്ത സാധനം ഞാൻ ഇത്ര ബ്രെയിൻ ഇല്ലാത്തവനാണോ? രാവിലെ യൂസ് ചെയ്ത സാധനം എന്താ? ചെരുപ്പ്. അതായത് ഇന്നിങ്ങി രാവിലെ യൂസ് ചെയ്തതിന് പകരം പണ്ട് ഉപയോഗിക്കുന്ന സാധനം. അതെനിക്ക് മനസ്സിലായി. അതൊന്ന് രാവിലെ യൂസ് ചെയ്ത് എന്താന്ന് അതിനകത്ത് കിട്ടാൻ ചാൻസ് ഇല്ല. അത് വീടിന്റെ ഏത് ഭാഗത്ത്? അതായത് ബെഡ്റൂമിലാണോ യൂസ് ചെയ്യല്, കിച്ചണിലാണോ യൂസ് ചെയ്യല്, എവിടെ യൂസ് ചെയ്യാ? പുറത്ത്, മുറ്റത്തോ? പണ്ടൊക്കെ ഉള്ളിലും ഉണ്ടായിരുന്നു. ചൂലാണോ? ചൂലിങ്ങി രാവിലെ എപ്പോ യൂസ് ചെയ്ത്? ഓ, മരുന്നിട്ടതൊന്നും ഒരേ അടിച്ചു തൊടിച്ചിട്ട് ഒയ്യൊന്ന് ഞാൻ ഒഴിഞ്ഞു. എന്തേത്താ? ഞാൻ കൊടയാണോ ചോദിച്ചില്ല ഇനിയോ? അപ്പൊ എന്തെങ്കിലും ഇത് പറയാ റിലേറ്റഡ് ആണ്. എന്തേത്ത് സ്വഭാവമീ? ഞാൻ എന്റെയും പറഞ്ഞപ്പോ ഉപയോഗിക്കുന്നതാണെന്നോ? എന്റെ എന്നാ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ബുദ്ധിയിൽ ഇനി ഒന്ന് കണ്ടുപിടിക്കും. എനിക്ക് നാളെ തിരിച്ച് വരുന്നവരെ സമയം തരാം. ഓനെ ആലോചിച്ച് കിട്ടുമോ നോക്കി നിങ്ങൾ പറഞ്ഞേരാ ഗൈസ്. കഴിഞ്ഞോ? ഒയ്യേയില്ല, അറിയാൻ അറിയേയില്ല. സംഭവിക്കപ്പെട്ട സാധനം കണ്ടുപിടിക്കുമ്പോ രസമാണല്ലോ. ഞാൻ പറഞ്ഞ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. കാരണം ഞാൻ ഇതിൽ എന്തായാലും ഇനി ജയിക്കൂലല്ലോ ഇനി. അപ്പൊ സമാധാനായി. ചേട്ടാ, ഇതാണ് അരീക്കോട് പാലം. പുഴകൾ കവിഞ്ഞൊഴുകുന്നു. ഇവിടെ ഒരാൾ ഓർത്തോണ്ടിരിക്കുന്നു. ഗെയിം സ്റ്റോപ്പ് ചെയ്യാം. അല്ല ചിലപ്പോ അടുത്ത നേരം മിണ്ടുണ്ടാവില്ല, അത് ഓർത്തോണ്ട് ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് എന്താന്ന് അറിയായിട്ട് ഞാൻ ആലോചിക്കുന്നില്ല, ബുദ്ധി തിരെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള. അത് ഇനി എത്ര കിടന്ന് വർക്ക് ചെയ്താലും എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് തന്നെ ആക്കിയത്. എനിക്ക് കിട്ടരുത് അങ്ങനത്തെ ടഫ് സാധനം. ആ, എന്നാ ഇനി കണ്ടുപിടി. പക്ഷെ ഡെയിലി ഞാൻ അതുകൊണ്ടല്ല എനിക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ തോന്നുന്നത്. നീ പറഞ്ഞല്ലോ ഡെയിലി യൂസ് ചെയ്യുന്ന അത് പറഞ്ഞിട്ട്. എടാ, അതായത് അതിന്റെ ഇപ്പോഴത്തെ സാധനമാണ് ഡെയിലി യൂസ് ചെയ്യുന്നത്. രാത്രി ആയൊന്നും സമയമില്ല. അതിന്റെ മുന്നേ തന്നെ എന്റെ ഭർത്താവ് തോറ്റ വരെ എന്നെ അറിയിച്ചു. തോറ്റ് ഇനി ആൻസർ എന്താണ് പറയാനാണ് പറയുന്നത്? ഉത്തരം കിണ്ടി.
ഞാൻ ഇനി വരുന്ന രാവിലെ യൂസ് ചെയ്തെന്താ പൈപ്പ് കിണ്ടിന്ന് ഉപയോഗിക്കല്. പണ്ട് പൈപ്പില്ലായിട്ട് കിണ്ടിന്ന് പൈപ്പിന്ന് വെള്ളം വരുമ്പോ പോലെ വരാൻ വേണ്ടിട്ട് തോറ്റില്ലേ? എന്തായി കിട്ടൂലോ. ആ ബാഗ് എടുക്കും ഈ ഡ്രസ്സിന്റെ. നമ്മള് ഫസ്റ്റ് ഡ്രസ്സ് നോക്കുന്ന സ്ഥലത്തെത്തി ഗൈസ്. നമ്മളെ പരിപാടിക്ക് നിഷാന്റെ വീട്ടിൽ നിന്നുണ്ടായിന്. നമ്മളെ റിസപ്ഷൻ പരിപാടിക്ക് ഡ്രസ്സ് എടുത്തത് ഇവിടുന്നായിരുന്നു. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കുന്നത്. നാളേക്കുള്ള എപ്പിസോഡ്, നമ്മളെ സൽവത്താദന്റെ എപ്പിസോഡിനാണ് നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്. എനിക്ക് തോറ്റയിൽ വിഷമമുണ്ടോ? ഞാൻ തോറ്റുണ്ട്. ഇതാണ് സൽവത്താന്റെ എപ്പിസോഡ് ഗായ്സ്. നമ്മൾ ഡ്രസ് നോക്കാൻ കയറിയതായിരുന്നു. കാണില്ല. ഈ ലൈറ്റ് ഓൺ ആക്ക്. ഓക്കെ, അപ്പോ നമ്മള് അങ്ങനെ നമ്മൾ ഡ്രസ് നോക്കി. ഡ്രസ് കിട്ടിയില്ല. ഞങ്ങൾ ഇറങ്ങി. ഇനി നമുക്ക് അടുത്തത് നാളെ നമ്മൾ ഇനോഗ്രേഷന് പോകുന്ന ഗോൾഡൻ കപ്പിലാണ്. അപ്പോൾ ഗോൾഡൻ കപ്പ് തന്നെ നമുക്ക് നാളേക്കുള്ള ജ്വല്ലറീസ് എടുക്കണം. പക്ഷെ ഞങ്ങൾ ജ്വല്ലറി എടുക്കുക കോട്ടക്കൽ ഗോൾഡൻ കപ്പിന്ന്. നമുക്ക് ഇനോഗ്രേഷന് പോകാനുള്ളത് തിരൂർ ഗോൾഡൻ കപ്പില്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി അവിടെ കയറണം. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പൊ സമയം 7:30. നമുക്ക് അവിടെ എത്തുന്ന സമയം കാണിക്കുന്ന 9 മണിയാണ്. അതായത് കോട്ടക്കൽ എത്തുന്ന സമയം 9 മണി. 9 മണിക്കാണ് ഷോപ്പ് ക്ലോസും ചെയ്യാം. നമുക്ക് നേരെ ഇനി അവിടെ എത്തിയിട്ട് സാധനം എടുക്കാം ഗായ്സ്. അങ്ങനെ നമുക്ക് നാളേക്കുള്ള ഓർണമെന്റ്സ് എടുത്തു. ഗോൾഡൻ കപ്പിലാണ് പോകാനുള്ള. ഇത് വേറെ ഗോൾഡൻ കപ്പിൽ ഓർണമെന്റ്സും എടുത്തു. അപ്പൊ നമുക്ക് പോവാം ഗായ്സ്. എന്നാ ശരി, താങ്ക് യു, ബൈ. ലേറ്റ് ആയി വന്ന് നമുക്ക് വേണ്ടി നമ്മൾ ഓല് ക്ലോസ് ചെയ്യുന്ന സമയം കഴിഞ്ഞപ്പോ അവിടെ വന്ന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്താണ് പോലെ. അങ്ങനെ നമ്മൾ സാധനം എടുത്തിറങ്ങി. ഇത് കോട്ടക്കലുള്ള ഗോൾഡൻ കപ്പ്. നമ്മൾ നാളെ പോകുന്ന തിരൂരുള്ള ഗോൾഡൻ കപ്പില് പോകുന്ന വഴിക്കാണ് അത് എടുത്തത്. അതെ അതെ, എല്ലാം കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ സ്റ്റൈലിസ്റ്റ് നമ്മുടെ ശൈലത്താണ്. എനിക്കിതൊക്കെ സെലക്ട് ചെയ്തത് നമ്മുടെ ശൈലത്താണ്. അപ്പോൾ ഇവിടെ എന്തോന്ന് വാങ്ങാണ്ടായിരുന്നു. ഇത് ഏതാ സ്ഥലം എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഞാൻ ചളി ചവിട്ടിയോ? അയ്യടാ, ആ ശരി, അപ്പോഴല്ലേ പറഞ്ഞ കോട്ടക്കൽ ഇതിൽ കയറി. ഓക്കെ, നമ്മൾ കോട്ടക്കൽ സാധനമായി വണ്ടിയിൽ വെച്ച്. ഇനി നമുക്ക് അടുത്ത നമുക്ക് ചെരുപ്പ് വാങ്ങണം. ചെരുപ്പ് വാങ്ങാൻ നിർബന്ധമില്ല, പക്ഷെങ്കിൽ ഞാൻ എടുത്തുകണേ. ഒരു ഗോൾഡൻ കളറുള്ള ഹീൽസ് വാങ്ങുന്നത് ഞാൻ കുറച്ച് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പം ഇവിടെയുള്ള ചെരുപ്പിടെ ഉണ്ടോയെന്ന് നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ന് വാങ്ങിയാൽ നാളേക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അതുപോലെ അത് അടിക്കുന്ന മീവേ വാ. ഇവിടെ ലൈറ്റ് കണ്ട് വന്നതിന് പക്ഷെ ഇവിടെ എത്താൻ എപ്പോഴേക്കും ഇതിൻ്റെ ലൈറ്റ് ഓഫാക്കി വരും. ജസ്റ്റ് ഒന്ന് നോക്കിക്കാളെ ഗായ്സ്. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. ഫുഡ് കഴിക്കാൻ കഴിയാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം റൂം എടുത്ത് പോകാന്. ഫുഡ് കഴിച്ചാണ് കേട്ടോ. ചെപ്പ് കിട്ടിയില്ല, ചോറിടാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഞാൻ വണ്ടിയിലിരിക്കുകയാണ്. മിഷ റൂം നോക്കാൻ പോയിക്കണേ. അപ്പം റൂം എടുത്ത് നമ്മൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയായി. ഇപ്പം സമയം ഇപ്പോൾ 11:26. രാവിലെ 10-നാണ് ഇനോഗ്രേഷൻ. ഞങ്ങൾ തിരൂരങ്ങാടിയിലൂടെ റൂമും തിരഞ്ഞെടുക്കുകയാണ് ഗൈസ്. ഇതന്നെ ലോലെടുത്തതോ? ആദ്യം പോയിട്ട് കിട്ടിയില്ല. ഇനി നമുക്ക് അടുത്തടുത്തിൽ ചോദിച്ചു നോക്കാം. ഇവിടെ റൂമില്ല ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ റൂം തേടി നടക്കല്ല, കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ കണ്ടിരിക്കുന്ന എത്ര ആൾക്കാരെ നോക്കി. പൊതുജനങ്ങൾ ഫുൾ ഫുട്ബോൾ കാണുന്നു. അവിടെ
എന്നിട്ട് എടുക്കാൻ മറന്നേ. ഞങ്ങൾ ഇപ്പോഴും റൂം കിട്ടാണ്ട് അലിയുന്നു. വല്ലാത്തൊരു കഷ്ടം തന്നെ ആയിപ്പോയി. ഹൈ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇനോഗ്രേഷൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാറ്റി വന്ന് ചാടുകയാണ്. ഫുഡ് കഴിച്ചിറങ്ങി നേരെ സൂപ്പറാണെന്നാണ്. നിനക്ക് ഫ്ലോർ എങ്ങനെ നോക്കിയോ? ഞാൻ ലാസ്റ്റ് എന്നോടാണ് ചോദിക്കുന്നത്. എന്റെ കഴിവ് മുഴുവനായി എടുക്കാൻ പറ്റിയിട്ടില്ല. കല്യാണത്തിന് ചെയ്തതും പോരാ, ഇനിയും ചെയ്യാനോ എനിക്ക് കമന്റ് വരാ. നിങ്ങൾക്ക് മതിയായി. അതെ അതെ, ഞങ്ങൾ വിട്ടുപോകില്ല. ഞങ്ങൾ അതെ പിരിയാൻ പറ്റാതെ ഇത് അടുത്ത് പോയി. അത് ഇവളൊക്കെ വരുന്ന മുന്നേ അതാണ് നമ്മളെ ഫസ്റ്റ് എഡിറ്റർ, ലേഡി എഡിറ്റർ. ഗൈസ്, അപ്പൊ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു. നമ്മളെ മെയിൻ ഗസ്റ്റ് ആരാന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ലൈറ്റ് ഇപ്പൊ തോന്നുന്നില്ല. ആരോ കമന്റ് ഇട്ടോ. നമ്മൾ യുദ്ധം കഴിഞ്ഞ് പോവാണ് ഗൈസ്. ഓക്കെ ബൈ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ റെഡിയായി. നമുക്കിനി പോകാം. നമ്മൾ രണ്ടാളെ പുയ്യാപ്പിള നമ്മളെ കാത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. പുയ്യാപ്പിള നമ്മളൊരു ശൈലാപക്രണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. Ibrahim. ഒന്നും കൂടെ നോക്കോ? കല്യാണങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ദിവസേന അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ചിപ്സ് കണ്ട്
കേട്ടോ